അള്ളാഹുവിൻ്റെ ഖളായിലും ഖദറിലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച വിധി തീർപ്പുകളിൽ സന്തുഷ്ടരാവുക എന്നത് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു സൽസ്വഭാവമാണ്. ജീവിതത്തിനിടയിൽ നമുക്ക് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരും. സുഖങ്ങളിൽ ശുക്ർ ചെയ്യാനും ദുഃഖങ്ങളിൽ സ്വബർ ചെയ്യാനും അഥവാ ക്ഷമിക്കാനും നമുക്ക് കരുത്തുണ്ടാകണം. അതാണ് ഈ റമളാനിൻ്റെ വലിയ ഒരു പാഠം. നമുക്ക് വ്യക്തിപരമായും സാമൂഹികമായും നിരന്തരം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും. മുസ്ലിം ലോകത്ത് എക്കാലവും അതുണ്ടായിട്ടുണ്ട്. ലോകത്തേറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് അമ്പിയാക്കളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ വരുന്നുള്ളൂ സാധാരണക്കാരായ നമുക്കുള്ളതെല്ലാം. അവിടെ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ലോകത്ത് ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാകട്ടെ. പക്ഷേ അതുകൊണ്ടൊന്നും മുസ്ലിം ലോകം അവരുടെ പദ്ധതികൾ മാറ്റിവെച്ച് ചടഞ്ഞിരിക്കുന്നവരല്ല. ഇത് കണ്ട് പുറമെയാർക്കും ചിരിക്കാനും സന്തോഷിക്കാനും കഴിയുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൽ ലി അംരിൽ മുസ്ലിം, മുസ്ലിമിൻ്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ എല്ലാം അവന് ഖൈറായി മാത്രം ഭവിക്കുന്നതാണ്. ഇന്ന സ്വാബത്തുഹു സറാഹ ശക്ര, അവനിക്കൊരു നന്മ വരുമ്പോൾ അവൻ ശുക്ർ ചെയ്യുന്നു. ഫക്കാന ഖൈറല്ലഹു, അതുകൊണ്ടത് അവനിക്ക് ഖൈറായി മാറുന്നു. വൈദാ സ്വാബത്തുഹു ലറാഅ സ്വബറ, അവനൊരു പ്രയാസം വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു. ഫക്കാന ഖൈറല്ലഹു, അങ്ങനെ അതും അവനിക്ക് ഖൈറായി മാറുന്നു. നമുക്ക് വരുന്ന ഖൈറും ഷർറും നമുക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന അമലുകളാക്കി മാറ്റിയെടുക്കാനുള്ളതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.